ഒരുപാട് പേര് പറയുന്ന ഒരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറേ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ട് വരികയായിരുന്നു, കഴിഞ്ഞ 2 വർഷമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ജീവിതം തകിടം മറിഞ്ഞതുപോലെ പലതരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ശരിക്കും പൈസ വന്നുകൊണ്ടിരിക്കുന്ന വീടായിരുന്നു, പക്ഷെ അതിൽ കുറേ തടസ്സങ്ങളൊക്കെ നമ്മൾ നേരിടേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രോസ്പെരിറ്റി നമുക്കൊന്ന് കുറഞ്ഞു. അത് തൊഴിലിനെയും ബാധിച്ചു, നമ്മുടെ സമ്പത്തിനെയും ബാധിച്ചു. അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷുയ് പ്രകാരം ഓരോ 20 വർഷങ്ങൾ കൂടുമ്പോഴും പ്രകൃതിക്കൊരു മാറ്റം ഉണ്ടാവുമെന്നാണ് ഫെങ്ഷുയിൽ പറയുന്നത്. അപ്പോൾ ഓരോ 20 വർഷങ്ങളും ഓരോ കാലഘട്ടങ്ങളായിട്ടാണ് ഫെങ്ഷുയിൽ കണക്കാക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 1984 മുതൽ 2004 വരെയുള്ള ഒരു 20 കൊല്ലം, അത് പീരീഡ് 7 എന്ന് പറയുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ആ 7 എന്ന് പറയുന്ന കാലഘട്ടത്തിൽ നമ്മൾ വീടിൻ്റെ ഒരു ഫ്ലെയിങ് സ്റ്റാർ ചാർട്ട് എടുക്കുമ്പോൾ ഇതുപോലെ 9 കളങ്ങളാക്കി തിരിക്കുമ്പോൾ ഈ ഓരോ ദിക്കിലും 2 നമ്പറുകൾ വീതം വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ വെച്ചാക്കുമ്പോൾ ആ 7 എന്ന് പറയുന്ന സ്റ്റാർ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അത് ഒരുപാട് സമ്പത്തും സൗഭാഗ്യങ്ങളും തരുന്നൊരു ടൈം ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു വീടിൻ്റെ കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു വീടാണെന്ന് കരുതുക. ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ്. ഇവിടെ ഒരു 7 നിൽക്കുകയാണെന്ന് കരുതുക. ഇവർ വീട് വെച്ചാക്കുന്ന എപ്പോഴാണ്? 1985 ഇവർ വീട് വെച്ച് താമസമാക്കിയെന്ന് കരുതുക. അപ്പോൾ ഇവർ വീട് വെച്ചപ്പോൾ വീടിൻ്റെ കണക്കെടുക്കുമ്പോൾ ഓരോ ദിക്കിലും 2 നമ്പറുകൾ വീതം വരും. അപ്പോൾ ഇവരുടെ പ്രധാന വാതിൽ കിഴക്ക് വശത്താണ്. ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 77 ആണെന്ന് കരുതുക. അപ്പോൾ ഇവർ വീട് വെച്ച് താമസമാക്കി തുടങ്ങി ആ സമയം മുതൽ ഇവരുടെ ജീവിതത്തിലേക്ക് ശരിക്കും പൈസകൾ വരികയും ഇവർ എന്തിനെടുത്താലും എല്ലാം ഭയങ്കര പ്രോസ്പെരിറ്റി അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ 85 95 അങ്ങനെ കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. പക്ഷേ 2004 ആകുമ്പോൾ ഇവരുടെ ഈ പ്രോസ്പെരിറ്റി നിൽക്കും. എന്താണ് കാരണം? 1984 മുതൽ 2004 വരെയുള്ള ഒരു 20 കൊല്ലം പീരീഡ് 7ന്റെ കാലഘട്ടമായിരുന്നു. അപ്പം ഈ 2004 ഫെബ്രുവരി ആയപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ടൈം തീർന്നു. അവിടെ നിന്നും പുതിയ കാലഘട്ടം ഫെങ്ഷുയ് പ്രകാരം ആരംഭിക്കുകയാണ്. അത് 2004 മുതൽ 2024 വരെയാണ്. 7 എന്നുള്ള കാലഘട്ടം 8 ആയിട്ട് മാറി. അപ്പോൾ ഇവർ 85 വീട് വെച്ച് ഇവരെ സംബന്ധിച്ചിടത്തോളം 2004 വരെ ഒരുപാട് സൗഭാഗ്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. അതേസമയം 2004 തുടങ്ങിയപ്പോഴത്തേക്ക് ഇവർക്ക് സംഭവിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 7ന്റെ യഥാർത്ഥ സ്വഭാവം എന്ന് പറയുന്നത് പറ്റിപ്പും കടബാധ്യതയുമാണ്. അപ്പം ഇത് അതിന്റെ ടൈമിലായിരുന്നു. ഏത് കാലഘട്ടത്തിലാണ്? 1984 മുതൽ 2004 വരെ ഇതിന്റെ ടൈമിലായിരുന്നു. ആ സമയത്ത് അവർക്ക് സമ്പത്ത് വരുന്നു. പക്ഷെ അത് ടൈം വിട്ടപ്പോൾ ഇതിന്റെ പ്രോസ്പെരിറ്റി കുറഞ്ഞു. അപ്പോൾ ഇതിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണ്? പറ്റിപ്പും കടബാധ്യതയും. അപ്പോൾ അതിന്റെ ഒരു സ്വഭാവം ഇത് കാണിക്കാൻ തുടങ്ങി. പിന്നെ ഈ വീട്ടുകാരന് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടങ്ങളും കടബാധ്യതകളുമാണ് ഈ വീട്ടുകാരന് സംഭവിച്ചത്. കാരണം ആ പ്രോസ്പെരിറ്റി വിട്ടു, സ്റ്റാറിന്റെ പ്രോസ്പെരിറ്റി വിട്ടു. പിന്നെ ഇദ്ദേഹത്തെ എല്ലാവരും പറ്റിക്കാൻ തുടങ്ങി. ഇദ്ദേഹത്തിന് പൈസ വാങ്ങിച്ച് തിരിച്ചു തരാതെയായി. അങ്ങനെ പലതരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും ഇദ്ദേഹത്തിനുണ്ടായി. അവസാനം ഇദ്ദേഹം വലിയ കടബാധ്യതയിലേക്ക് പോയി. അപ്പോൾ ആ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഉണ്ടായതാണ്. വീടിനങ്ങും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഇദ്ദേഹം ഈ ടൈം വെച്ച വീട് തന്നെ അതേ ഇത് തന്നെയാണ്, ഒന്നുപോലും മാറ്റിയിട്ടില്ല. പക്ഷെ ഈ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ക്ഷയിക്കാൻ തുടങ്ങി എന്ന് പറയുന്നത് പോലെ അടുത്തത് 2024 മുതൽ 2024 വരെ പീരീഡ് 8 ആയിരുന്നു. 8 ആയപ്പോഴത്തേക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു വേറൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന വാതിൽ 8 ആണ് നിൽക്കുന്നത് വെച്ചാൽ വടക്കാണ് അവരുടെ പ്രധാന വാതിൽ. അവിടെ 8 ആണ് നിൽക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 2004 മുതൽ 2024 ഇദ്ദേഹം വീട് വെച്ചാക്കുന്നത് 2010 കരുതുക. 2010 തൊട്ട് 2024 ജനുവരി വരെ ഇദ്ദേഹത്തിന് ശരിക്ക് വെൽത്തും എല്ലാം ഉണ്ടായി. പക്ഷേ ഈ 2024 ഫെബ്രുവരി തുടങ്ങിയപ്പോൾ, അതാണ് നമ്മൾ പറഞ്ഞു വന്ന സബ്ജക്റ്റും, ഫെബ്രുവരി തുടങ്ങിയപ്പോൾ ഇദ്ദേഹത്തിന് അതുവരെ നിലനിന്നിരുന്ന ആ ഒരു ഗുണം കുറഞ്ഞിട്ട് ഇദ്ദേഹം കുറേ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാൻ തുടങ്ങി. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ വാതിൽ നിന്നിരുന്ന 88 എന്ന് പറയുന്ന 8 ആ ഒരു ടൈം വിട്ടിട്ട് ഇപ്പം 2024 മുതൽ 2044 വരെയുള്ള കാലഘട്ടത്തിൽ പീരീഡ് 9 ആണ്. ഇപ്പൊ പ്രോസ്പെരിറ്റി സ്റ്റാർ ഏതാണ്? 9 ആണ്. അതായത് 8ന്റെ പീരീഡും വിട്ടു. ഇപ്പൊ ഇതാണ് ഒന്നും സ്ഥിരതയല്ല എന്ന് ഫെങ്ഷുയിൽ പറയുന്നത്. ഓരോ 20 വർഷങ്ങൾ കൂടുമ്പോഴത്തേക്കും ആ സ്റ്റാറുകളുടെ സ്വഭാവങ്ങളും അതിന്റെ ദിക്കുകളുടെ സ്വഭാവങ്ങളും മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പലർക്കും ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വാതിലിലോ നിങ്ങളുടെ ബെഡ്റൂമിലോ ഉണ്ടായിരുന്ന ഒരു പ്രോസ്പെരിറ്റി ഉള്ള സ്റ്റാർ ആ ടൈം വിട്ട് അതിന്റെ പ്രോസ്പെരിറ്റി കുറഞ്ഞു. അത് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ
നല്ലൊരു ഫെങ്ഷി കൺസൾട്ടിനെ കാണിച്ചുകൊണ്ട് നിങ്ങളുടെ വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ കണക്കെടുക്കുക, ഓരോ ദിക്കിലും വന്നിരിക്കുന്ന നക്ഷത്രങ്ങളെ അനലൈസ് ചെയ്യുക, അതിനനുസരിച്ചിട്ടുള്ള റെമഡികൾ ചെയ്യുക. ഇതിപ്പോ നിങ്ങളുടെ ഈ ദിക്കിൽ ഇവിടെ ഒരു പ്രോസ്പെരിറ്റി കുറവുള്ള നക്ഷത്രം ഉണ്ടെങ്കിലും മറ്റേതെങ്കിലും ഒരു ദിക്കിൽ ഒരു നല്ല നക്ഷത്രം ഒരു പക്ഷെ കണ്ടതിരിക്കും. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്, ഒരു 7-9 കോമ്പിനേഷൻ നിങ്ങളുടെ നോർത്ത് ഈസ്റ്റിൽ ഉണ്ടെങ്കിൽ ഈ നോർത്ത് ഈസ്റ്റിനെ നിങ്ങൾക്ക് ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന വെൽത്ത് അവിടെ വീണ്ടും ഉണ്ടാവും. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലൊരു ഫെങ്ഷി കൺസൾട്ടിനെ കാണിച്ചുകൊണ്ട് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജീവിതത്തിൽ വീണ്ടും നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ചൈനീസ് വാസ്തുക്കളായ ഫെങ്ഷുയിലൂടെ സാധിക്കുന്നതാണ്. നമുക്ക് ഫെങ്ഷുയുടെ ചില ടൂളുകൾ നോക്കാം. ഇത് വെൽത്ത് കൊണ്ട് തരാനായിട്ട് ഫെങ്ഷുയിൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ഇതിനെ 3 legged frog എന്നാണ് പറയുന്നത്. നമുക്കറിയാം 3 കാലുകൾ, 1, 2, 3. ചുണ്ടിൽ ഒരു ചൈനീസ് കോയിനും കൊണ്ട് എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് ഒരു സമ്പത്തിന്റെ തവള നമ്മുടെ വീടിനുള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇത് നമുക്ക് ഒരു ഓഫീസിൽ വെക്കാം, ഒരു ഷോപ്പിൽ വെക്കാം, ഒരു വീടുകളിലും വെക്കാം. മെയിൻ ഡോറിൽ നിന്നും വീടിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ ഇതിനെ വെക്കണമെന്ന് മാത്രം. പലരും വിളിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സാർ എനിക്കൊരു ഫെങ്ഷി പ്രോഡക്റ്റ് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ ഏത് ടൂൾ വെക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആദ്യമായിട്ടൊരു ടൂൾ വീട്ടിൽ വെക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ട്രാവലിംഗ് ബുദ്ധി നിങ്ങൾക്ക് വാങ്ങിച്ച് വീട്ടിൽ വെക്കാം. ഇത് 2 ഡയറക്ഷനിൽ വെക്കാം. ഒന്നുകിൽ മെയിൻ ഡോറിൽ നിന്നും വീടിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ ഇതിനൊരു സ്റ്റാൻഡ് ചെയ്തിട്ട് വെക്കാം. നമ്മുടെ ഒരു ഐ ലെവലിലാണ് ഇതിനെ വെക്കേണ്ടത്. അതല്ലെങ്കിൽ മെയിൻ ഡോറിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന രീതിയിലും എന്നാൽ കറക്റ്റ് ഇതിന്റെ പാദം വാതിലിലേക്ക് പോകുന്ന അല്ലാത്തതുമായിട്ടുള്ള ഒരു ഡയറക്ഷനിൽ വെക്കാം. ഫേസ് വാതിലിലോട്ട് വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതേസമയം പിന്നെ ഇതിന്റെ പാദങ്ങൾ വാതിലിലോട്ട് പോകാതെ ഇതിനൊന്ന് വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും.